കേന്ദ്ര സർക്കാരിന്റെ ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന അവകാശ റാലിയിൽ പ്രതിഷേധക്കാർ ബിൽ കത്തിച്ചെറിഞ്ഞു. നൂറുകണക്കിന് പേരാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായത്. ട്രാൻസ്ജെൻഡർ നിർവചനത്തിൽ വ്യക്തത വരുത്തുന്നതും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരായ അതിക്രമങ്ങളിൽ ശിക്ഷാവ്യവസ്ഥകൾ കർശനമാക്കുന്നതുമായ ഭേദഗതി എന്ന നിലയ്ക്കാണ് മാർച്ച് 13-ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി വീരേന്ദ്രകുമാർ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. വിവിധ ലൈംഗിക ന്യൂനപക്ഷ അവകാശ സംഘടനകളുടെ നേതൃത്വത്തിൽ ബില്ലിനെതിരെ തൃശൂരിൽ കമ്മ്യൂണിറ്റി റാലി അരങ്ങേറി. സ്വയം തിരിച്ചറിയുന്ന ലിംഗസ്വത്വങ്ങളെ ട്രാൻസ്ജെൻഡർ നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതടക്കം കർശന വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. ഭേദഗതി പ്രാബല്യത്തിലായാൽ ട്രാൻസ്ജെൻഡർ വ്യക്തിയായി അംഗീകാരം നേടുന്നതിന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ ബോർഡ് പരിശോധനയും അനിവാര്യമാകും. ഇത്തരം വ്യവസ്ഥകൾ ട്രാൻസ് വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്ന് സംഘടനകൾ ആരോപിച്ചു. ഇന്ത്യയിലുള്ള സാംസ്കാരിക കൾച്ചറൽ ഐഡന്റിറ്റി, ഹിന്ദുത്വ കൾച്ചറൽ ഐഡന്റിറ്റികൾ, അതായത് കിന്നര, ജോഗപ്പ എന്നൊക്കെ പറയുന്ന കൾച്ചറൽ ഐഡന്റിറ്റികൾ മാത്രമാണ് ഇനി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന പരിധിയിൽ വരുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഈ ഹിന്ദുത്വ കൾച്ചറൽ ഐഡന്റിറ്റികളെ മാത്രമുള്ളവരെ ചുരുക്കിക്കൊണ്ട് ഈ പറയുന്ന ബാക്കിയുള്ള ബൈനറികൾ വരുന്ന എല്ലാത്തരം മനുഷ്യരെയും പുറന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പാർലമെന്റിൽ BJP ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെൽഫ് ഡിക്ലറേഷനുള്ള റൈറ്റ് സുപ്രീം കോടതിയുടെ അത് ഭരണഘടനാപരമായി നിലനിർത്തുകയും വേണം. ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനും പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. തൃശൂർ AG ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി സ്വരാജ് റൗണ്ട് ചുറ്റി BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ സൂചകമായി ഭേദഗതി വരുത്തിയ ബില്ലിന് പ്രതിഷേധക്കാർ തീകൊളുത്തി. ട്രാൻസ് വിരുദ്ധ നയങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകണമെന്നും സ്വത്വം സ്വയം നിർണ്ണയിക്കാനുള്ള അവസരം നൽകണമെന്നുമാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് റാലിയുടെ ഭാഗമായത്. ന്യൂസ് മലയാളം, തൃശൂർ.